നീ നരകത്തിൽ പോയേ മതിയാവൂ എന്ന് തീരുമാനമെടുത്താൽ തീർച്ചയായും ദൈവം നിന്നെ നരകത്തിലേക്ക് തന്നെ അയക്കും. എന്നാൽ സ്വർഗത്തിൽ പോകുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്ത് ദീപം നമ്മുടെയായി തീരണം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുവാനായിട്ട് ആഗ്രഹമുള്ളപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്. അപ്പൊ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ത് നിന്നോട് ആജ്ഞാപിച്ചാലും എന്ത് കൽപ്പിച്ചാലും അത് അനുസരിപ്പാനുള്ളതായ ആ നല്ല ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കണം. അതിന് തടസ്സമായിട്ട് പല മുടന്ത ന്യായങ്ങൾ പലരും പറയാറുണ്ട്. പല വിശ്വാസങ്ങളും എന്റെ അടുക്കൽ പല മുടന്ത ന്യായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കുടുംബത്തിൽ ജനിച്ചതാണ്, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതാണ്, ഞാൻ മാമോദിസ സ്വീകരിച്ചതാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമില്ല, എനിക്ക് യേശുവിനെ അറിയാം എന്നുള്ള പല ന്യായങ്ങൾ പറയാറുണ്ട്. ഞാൻ അപ്പോൾ അവരോട് പറയുന്നതായ കാര്യപ്രകാരമാണ്. കോട്ടയത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ട്രാൻസ്പോർട്ട് ബസ്സിന് ഒരു മുടന്തനായ മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ആ മുടന്തനായ മനുഷ്യൻ ഇങ്ങനെ വിൻഡോയിൽ ഇരിക്കുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് ഒരു സർപ്പക്കാരൻ, ഒരു ബെഗർ ചോദിച്ചു, അപ്പാ വല്ലതും തിന്നാൻ തരണമേ എന്ന് പറഞ്ഞു. അപ്പാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. സ്വന്തം മകൻ പോലും സ്നേഹത്തോടെ ഒരു അപ്പ എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അപ്പൊ ഈ അപ്പ എന്നുള്ള വിളി കേട്ടപ്പോൾ തനിക്ക് തന്റെ ഹൃദയം തുറന്നു. എന്നിട്ട് താൻ ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇറങ്ങി വന്ന് ഒന്നും തരാൻ പറ്റത്തില്ല, ഞാൻ മുടന്തനായ ഒരു മനുഷ്യനാണ്, എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബോർഡ് ഈ ബസ്സിന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട് കൈയും തലയും പുറത്തിടരുത്. അതാണ് മുടന്ത ന്യായം എന്ന് പറയുന്നത്. ഇങ്ങനെ അനേക മുടന്ത ന്യായങ്ങള് ദൈവത്തോട് അടുപ്പാണ്ടൊക്കെ തടസ്സമായിട്ട് പലരും പറയാറുണ്ട്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുന്ന അധികാരം കൊടുത്തിരിക്കുന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവനെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് സന്ദേഹത്തോടു കൂടി കൊണ്ട് ഞാൻ ഒരു ദൈവമായതായി തീർന്നിരിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നു, രക്ഷിക്കപ്പെടുമെന്നുള്ള ആ വചനം അതുപോലെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടതാണ്, ഇനി വിശ്വസിച്ചുകൊള്ളാം എന്നല്ല പറയേണ്ടത്. വിശ്വസിച്ച് സ്നാനപ്പെട്ട് അവനോട് ചെയ്യുമെന്ന് കോണം ഇടയായി തീരട്ടെ. ഹാലിയ സൂത്രം. അപ്പോൾ ഹാലിയ മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീരണം. നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. നീ ഒരു മന്ദബുദ്ധി ആയിരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നന്മ തിന്മകളെ തിരിച്ചറിയുവാനായിട്ട് കഴിവ് നിനക്കില്ല. എന്നാൽ നീ ഒരു പാപി ആയതുകൊണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് നീ തീർച്ചയായിട്ടും മാനസാന്തരപ്പെട്ടേ മതിയാവൂ. ഹാലിയ. ഈ മാനസാന്തരം രക്ഷയും ഒറ്റ ദിവസം കൊണ്ട് മാത്രം പൂർത്തീകരിക്കുന്ന കാര്യമല്ല. ഓരോ ദിവസവും നിന്നെ തന്നെ ചോദനയോടെ കൂടെ എത്തിക്കണം. അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റ് എന്റെ വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, നിരൂപണത്തിലോ വന്നുപോയിട്ടുണ്ടോ എന്ന് നിന്നെ തന്നെ ചോദന ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് വിശുദ്ധീകരണമായി കൂടെ എത്തിരട്ടെ. ഹാലിയ. രക്ഷ എന്ന് പറയുന്നത് ചേറ്റിന്റെ അകത്തുനിന്ന് കയറുന്നതാണ്. നാം പാടുമ്പോൾ പാടാറുണ്ട്, ചേറ്റിലല്ലയോ കിടന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. ചേറ്റിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതാണ് രക്ഷ. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മിലുള്ളതായ ചേറ് പുറത്തേക്ക് കളയുന്നതാണ്. ഇപ്പൊ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എല്ലാം തീരുന്നില്ല. ഓരോ ദിവസവും നാം വിശുദ്ധീകരണം പ്രായപ്പെട്ട കൊണ്ടേയിരിക്കുന്ന നമ്മിലുള്ള ചേറ്, നമ്മിലുള്ള പാപം, നമ്മിലുള്ളതായ ആ കറകളൊക്കെ കഴിവല്ല പോണം ഇടയായി തീരട്ടെ. ഹാലിയ സൂരം. ഹാലിയ. അപ്പൊ അതിനു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു കൊണ്ടേയിരിക്കുന്നത്. ഹാലിയ. അപ്പൊ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രനാക്കി തീർക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവപുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ച് ഗോകുൽത്ത മല മുകൾ മുതല് വലിയ കാൽവരി കുരിശിലെ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ 3 ആണിന്മേൽ യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ ഏക ഉദ്ദേശം മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാനായിട്ടാണ്. അങ്ങനെ നമുക്കൊക്കെ ദൈവത്തിന്റെ മക്കളാകുവാനായിട്ടുള്ള ഭാഗ്യം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചില്ലേ? കൃപയാണല്ലോ എന്ന വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപ, ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ധാരാളമായിട്ട് തന്നിരിക്കുന്നുവല്ലോ. ഹാലിയ. അപ്പോൾ ഹാലിയ നമുക്ക് പ്രശംസിക്കാനായിട്ട് എന്താണുള്ളത്? റോമർ 5:2 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നാം ദൈവദേഹത്തിന്റെ പ്രത്യാശയിൽ
പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യാശയില് പ്രശസ്തി പദമുണ്ടായിരിക്കുന്നത്. അപ്പോ ആ പ്രത്യാശയാണ് ദൈവതേജസ്. നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് ലഭിക്കും. അവനോട് ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ വാക്യം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ്സിനെ കുറിച്ചുള്ള വിചാരമുണ്ട്. ആ വിചാരമുള്ളവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ദൈവതേജസ് എനിക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ. ലഭിച്ചിട്ടില്ല ഇതുവരെ, എന്നാൽ ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഒരു ദൈവപരിധിയിൽ നടത്തുന്നത്. ഉദാഹരണത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടിയൊക്കെ ബോക്സ് സൂട്ട്കേസ് മിസ്സാവും. ചിലപ്പോൾ മിസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കിട്ടിയില്ല, പെട്ടി കിട്ടിയില്ലെങ്കിൽ പറയും എന്റെ പെട്ടി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ നിരാശയോട് കൂടിക്കൊണ്ട് വീട്ടിൽ കടന്നു വന്നു. പിറ്റേ ദിവസം എയർപോർട്ടിൽ നിന്ന് ഒരു ടെലിഫോൺ കടന്നു വന്നു. സാറിന്റെ പെട്ടി ബോംബെയിൽ എയർപോർട്ടിലുണ്ട്, നാളെ രാവിലെ ആ പെട്ടി കൊച്ചിയിൽ വരുന്നതായിരിക്കുമെന്ന് ഫോൺ കോൾ ലഭിക്കുമ്പോൾ, അപ്പൊ അന്നേരം നമുക്കൊരു പ്രത്യാശയാണ്. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടി കിട്ടിയെന്ന് ചോദിച്ചു, പെട്ടി കിട്ടി, നാളെ ഞാൻ കൊച്ചിയിൽ പോയി മേടിക്കും. അപ്പോ പെട്ടി നഷ്ടപ്പെട്ടു പോയി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ല, ഇതാണ് യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായതായ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. യോബ് താൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്നപ്പോൾ യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 26-27 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, എന്റെ പൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ദൈവതേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പാൻ കൂടെയായിരിക്കണം. ഈ പ്രത്യാശ ഇല്ല എങ്കിൽ നാം നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയുള്ളൂ. റോമർ 8:29 പ്രകാരം പറയുന്നു, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു, നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. കണ്ണാടിയിൽ നാം നോക്കിയാൽ പുറമേ ഉള്ളതേ കാണാൻ കഴിയുള്ളൂ. എന്നാൽ അകമേ ഉള്ളത് നമ്മളിലുള്ള ആ സ്വഭാവത്തെ, നമ്മുടെ ക്യാരക്ടർ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് ക്യാരക്ടർ വരെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും പലരുടെ ജീവിതത്തിൽ. ഒരു തരത്തിലും ഒരു വ്യക്തിയെ അവൻ ആത്മീയനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഒരു ഹസ്ബൻഡും വൈഫും വളരെ തികഞ്ഞ സ്നേഹമാണ്, പൊരിഞ്ഞ സ്നേഹം. അപ്പൊ തികഞ്ഞ സ്നേഹത്തോടെ, പൊരിഞ്ഞ സ്നേഹത്തോടുകൂടി അവർ ജീവിക്കുമ്പോൾ വൈഫിന് പെട്ടെന്ന് ക്യാൻസർ കടന്നു. വൈഫിന് പെട്ടെന്ന് ക്യാൻസർ കടന്നു കഴിഞ്ഞപ്പോൾ ആ ഹസ്ബൻഡ് വൈഫിനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് വ്യക്തിയുടെയും കാരണം അറിയും. വളരെ നോക്കി ശുശ്രൂഷിച്ച് ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ് മാറ്റി വളരെ ക്ലീനായിട്ട് ആ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതായ ഹസ്ബൻഡിനെ കുറിച്ച് ആ ഭാര്യയ്ക്ക് വീർപ്പുള്ളതാണ്. ഭാര്യ പലപ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആയുസ് കളയരുത്, ഞാൻ ഏതായാലും മരിക്കും, ചില ദിവസങ്ങൾ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, നിങ്ങൾ ചെറുപ്പമാണ് എന്നൊക്കെയും പറഞ്ഞ് ഭർത്താവിനെ എൻകറേജ് ചെയ്തിട്ടും ഭർത്താവ് പറഞ്ഞു, നീ അല്ലാതെ വേറെ ഒരു സ്ത്രീയെ കുറിച്ച് എനിക്ക് ചിന്തിപ്പാൻ പോലും പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അനുഭവം കൊണ്ട് പിന്നീട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇപ്രകാരം പറഞ്ഞു, പ്രിയ അച്ഛയ, ഞാൻ ഏതായാലും മരിക്കും, ഞാൻ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വേറെ വിവാഹം കഴിച്ച് എന്റെ ആ മന്ത്രകോടി കുടിപ്പിച്ച് അവിടെ വിവാഹം കഴിക്കുന്നു പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഉടുപ്പ് അവർക്ക് ഭാഗമല്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കുകയാണ്, തന്റെ ക്യാരക്ടർ വെളിപ്പെടുത്താതെ വളരെ സ്നേഹത്തോടെ ഭവ്യതയോടെ കൂടി കൊണ്ട് ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും നീ അല്ലാതെ വേറെ സ്ത്രീയെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും മേലായെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് നിന്റെ ഉടുപ്പ് ആ സ്ത്രീക്ക് പാകമല്ലായിരുന്നു. അപ്പൊ ഓൾറെഡി ഉണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അതിന്റെ ആമുഖമാണ്. ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കൂടെ തീരണം. അത് പറയുവാനായിട്ട് സമയമില്ലായെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ നടപ്പ് ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമുള്ള നടപ്പായിരിക്കണം. വലിയ 1 യോഹന്നാൻ 2:6 പറയുന്നു, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശു നടന്നതുപോലെ നാം നടക്കണം. അവന്റെ സ്വരൂപത്തോട്
അനുരൂപമാകണമെങ്കിൽ യേശു നടന്നതുപോലെ നാം നടക്കേണ്ടതാണ്. ഹല്ലേലൂയ. മത്തായി 9:35 യേശു എന്താണ് ചെയ്തത്? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവിടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ഗ്രാമം തോറും പട്ടണം തോറും നടന്ന് സുവിശേഷം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുവെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള തിടുക്കം, ഉത്സാഹം, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാനായിട്ട്, രക്ഷയെക്കുറിച്ച് പറയുവാനായിട്ട്, സുവിശേഷം പറയുവാനായിട്ട്, സുവിശേഷത്തിന്റെ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പായിരിക്കണം. നമ്മുടെ നടപ്പ് യേശു നടന്നതുപോലെ നടക്കുവാൻ തക്കോളം റെഡിയായി തീരട്ടെ. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ചെയ്ത അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശരീരത്തിൽ ചെയ്തതായ ഏക പ്രവൃത്തി എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ കാലുകളിൽ. ദൈവം നമ്മോട് പറയുന്നു, യേശു കടന്നു വന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനായിട്ടാണ് യേശു കടന്നു വന്നത്. ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. നമ്മോട് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ താഴ്മയും എളിമയും ധരിച്ചുകൊണ്ട് യേശുവിന്റെ സുവിശേഷം, ഈ രക്ഷയുടെ സുവിശേഷം ജീവിതങ്ങളെ അറിയിക്കുവാനായിട്ട് യേശു നടക്കുവാനായിട്ട് കർത്താവിന്റെ കടങ്ങിലേക്ക് നമുക്ക് നമ്മെ താഴ്ത്തിയേൽപ്പിക്കാം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അവന്റെ മനസ്സരിവുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശു നടന്നുപോകാൻ നടക്കുക മാത്രമല്ല, യേശുവിന്റെ ഹൃദയം മനസ്സരിവുള്ള ഹൃദയമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 3 നാളായിട്ട് യേശുവിനോട് കൂടെ പാർത്ത് യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളെ പട്ടിണിയോടെ ജയിച്ചു വിടുവാനായിട്ട് യേശുവിന്റെ മനസ്സിലായിരുന്നു. യേശുവിന്റെ മനസ്സരിച്ചിട്ട് യേശു അവർക്ക് ആഹാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പത്തെ വാട്ടി കൊടുത്തി അവരുടെ കുടുംബത്തെ കൊണ്ടായിരുന്നു. അപ്പൊ മനസ്സരിവുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് യേശു. കരയുന്നവരുടെ കരയുകയും ചിരിക്കുന്നവരുടെ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന യേശു. ആ യേശുവിന്റെ നല്ല മനസ്സരിവുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത്, നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ദൈവം മറന്നുപോകുന്ന ദൈവമല്ല. അപ്പൊ കൊടുക്കുവാനായിട്ടുള്ളതായ ആ നല്ല ഹൃദയം, ആ മനസ്സരിവ്, ജീവിതങ്ങളെ തകർച്ച കാണുമ്പോൾ, ശൂന്യത കാണുമ്പോൾ അവരെ സഹായിക്കുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവർക്ക് നല്ല വാക്ക് കൊടുക്കുവാനായിട്ട്, അവർക്ക് ആഹാരം കൊടുക്കുവാൻ, വസ്ത്രം കൊടുക്കുവാനായിട്ട് ഉള്ളതായ നല്ല മനസ്സിന്റെ ഉടമസ്ഥായിട്ട് വന്നപ്പോൾ ദൈവം ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകണമെങ്കിൽ അവന്റെ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മനസ്സരിവുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ചിലവാകുവാനായിട്ടുള്ളതായ ഹൃദയം, ചിലവാകുവാനായിട്ടുള്ള മനസ്സ്. യേശു എന്താണ് ചിലവിട്ടത്? തന്റെ ജീവിതം മൊത്തം നമുക്ക് വേണ്ടി ചിലവായി പോയി. അവരുടെ ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. നീ ഞാൻ യേശുവിന് വേണ്ടി എന്ത് കൊടുത്തു? നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ടാലന്റുകൾ, നമ്മുടെ സമയം, നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം, നമുക്ക് തന്നിരിക്കുന്നതായ ഈ ആരോഗ്യമുള്ള ശരീരം ഒക്കെയും ദൈവത്തിന് ദാനമായി കൊടുക്കുന്ന കൂടെ അയച്ചിട്ട്. ഹല്ലേലൂയ. അങ്ങനെ നാം ദാനമായി കൊടുക്കുമ്പോൾ യേശുവിന് നാം ചെലവിടുകയാണെങ്കിൽ, യേശു നമ്മിൽ വസിച്ചുകൊണ്ട് സുവിശേഷം പറയുവാനായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ വിട്ടുകൊടുത്താൽ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്.